+1 പരീക്ഷയുടെ പുതിയ ടൈം ടേബിൾ എന്ന് പുറത്തുവരും, അതുപോലെ പരീക്ഷകൾക്കിടയിൽ ഇടവേള ഉണ്ടാകുമോ എന്നതിനെക്കുറിച്ച് വിദ്യാഭ്യാസ മന്ത്രിയുടെ വാക്കുകളും അതോടൊപ്പം നാളത്തെ വിക്ടേഴ്സ് ടൈം ടേബിളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. ആദ്യമായി +1 പരീക്ഷയുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രിയുടെ വാക്കുകൾ കേൾക്കാം. ഈ പരീക്ഷ നടത്തുമ്പോൾ തന്നെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ആ ഗ്യാപ്പ് ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും? തീർച്ചയായിട്ടും നമ്മൾ എങ്ങനെയാണോ നേരത്തെ ടൈം ടേബിൾ നിശ്ചയിച്ചത്, കുട്ടികൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത നിലയിൽ ടൈം ടേബിൾ നിശ്ചയിച്ചത്, ആ നിലയിലുള്ള ടൈം ടേബിൾ നിശ്ചയിച്ചുകൊണ്ടായിരിക്കും നടത്തുന്നത്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിശദമായിട്ടുള്ള വിധി കിട്ടിക്കഴിഞ്ഞാൽ പുതുക്കിയ ടൈം ടേബിൾ നിശ്ചയിക്കേണ്ടതായിട്ടുണ്ട്. പുതുക്കിയ ടൈം ടേബിൾ നിശ്ചയിച്ച് മറ്റ് നടപടികളായിട്ട് മുന്നോട്ട് പോകും. 13-ാം തീയതി പരീക്ഷ സ്റ്റേ വരുന്നതിന് മുമ്പ് തന്നെ പരീക്ഷ നടത്തുന്നതിന് വേണ്ടിയുള്ള ചില തയ്യാറെടുപ്പുകൾ ഞങ്ങൾ നടത്തിയിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം സ്കൂളുകളിൽ എത്തിച്ചിരുന്നു. അവിടെ എല്ലാം പോലീസ് കാവലിലാണ്. സെപ്റ്റംബർ 18 ശനിയാഴ്ചത്തെ വിക്ടേഴ്സ് ടൈം ടേബിൾ നോക്കാം. ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സുകളായിരിക്കും ഉണ്ടാവുക. 1-ാം ക്ലാസ്സിന് രാവിലെ 9 മണിക്ക് മാത്തമാറ്റിക്സ്, 2-ാം ക്ലാസ്സിന് 9:30 മാത്തമാറ്റിക്സ്, 3-ാം ക്ലാസ്സിന് 10 മണിക്ക് EVS 10:30 മാത്തമാറ്റിക്സ്, 4-ാം ക്ലാസ്സിന് 11 മണിക്ക് മാത്തമാറ്റിക്സ് 11:30 EVS, 5-ാം ക്ലാസ്സിന് 12 മണിക്ക് മാത്തമാറ്റിക്സ് 12:30 സോഷ്യൽ സയൻസ്, 6-ാം ക്ലാസ്സിന് 1 മണിക്ക് ബേസിക് സയൻസ്, 7-ാം ക്ലാസ്സിന് 1:30 ബേസിക് സയൻസ്, 8-ാം ക്ലാസ്സിന് 2 മണിക്ക് ഫിസിക്സ് 2:30 കെമിസ്ട്രി, 3 മണിക്ക് ബയോളജി 3:30 സോഷ്യൽ സയൻസ്. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.